എല്ലാവർക്കും എൻ്റെ പ്രണാമം. ആത്മോപദേശ ശതകത്തിലെ 31 പദ്യം മുതലാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. അനേകം ജഡദൃശ്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, അതായത് അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ, അഥവാ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ വരെ ഉള്ള ദൃശ്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ജഗത്തിന് ആശ്രയമായ വസ്തു സർവത്ര നിറഞ്ഞ് അഖണ്ഡമായി ആനന്ദസ്വരൂപമായി നിൽക്കുന്ന ബോധമാണ്. ആ ബോധത്തിൽ മരുഭൂമിയിൽ കാനൽ ജലം കാണും പോലെ കാണുന്ന കാഴ്ചകളാണ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട പ്രപഞ്ചം. ഇപ്പൊ രണ്ട് കാര്യം ഓർമ്മിക്കുക. ഒന്ന്, എങ്ങും നിറഞ്ഞ് നിശ്ചലമായി ആനന്ദസ്വരൂപമായി നിൽക്കുന്ന ബോധം. രണ്ട്, അതിൽ കാണുന്ന ഉണ്ടായി ജീർണിച്ച് മറഞ്ഞ് വീണ്ടും ഉണ്ടായി ജീർണിച്ച് മറയുന്നതായി കാണുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾ. ഈ അഖണ്ഡബോധത്തിൽ അങ്ങനെ ഉണ്ടായി മറയുന്ന ദൃശ്യങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാവാനേ സാധ്യമല്ല. കാരണം ഈ ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുകയാണ്. അതില്ലാത്ത ഒരു സ്ഥലത്ത് വേണ്ടേ വേറെ ഒരു ചലനമെങ്കിലും ഉണ്ടാവാൻ? അതില്ലാത്ത ഒരു പോയിന്റുമില്ല. അപ്പൊ പിന്നെ ഈ കാണുന്നതോ, അതാണ് സ്വപ്നം കാണുന്നത് പോലെ, അല്ലെങ്കിൽ മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നത് പോലെ, അല്ലെങ്കിൽ കയറിൽ സർപ്പം കാണുന്നത് പോലെ എന്നൊക്കെ നമ്മുടെ ഋഷീശ്വരന്മാർ വിവരിച്ചിട്ടുള്ളത് അക്കാരണത്താലാണ്. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് ശാസ്ത്രീയമായി ഈ അഖണ്ഡ ബോധമാണ്, ബ്രഹ്മം. അതിന്റെ പേരാണ് ബ്രഹ്മം. കാണുന്ന ദൃശ്യങ്ങൾ വാസ്തവത്തിലില്ല. അതായത് മരുഭൂമിയിൽ കാനൽ ജലം വാസ്തവത്തിലില്ല, ഉണ്ടെന്ന് തോന്നുന്നു, അത്രയുള്ളൂ. മരുഭൂമിയെ ചുറ്റി നടന്ന് അകത്ത് കയറി വ്യക്തമായി കണ്ട ഒരാൾക്ക് അവിടെ ഒരു തുള്ളി വെള്ളവുമില്ല. എങ്കിലും മരുഭൂമിയുടെ അറ്റത്ത് വന്ന് നിന്ന് നോക്കിയാൽ വെള്ളമുണ്ടെന്ന് വീണ്ടും തോന്നും. തോന്നിക്കോട്ടെ, ഇല്ല എന്ന അനുഭവം, ഒരു തുള്ളി വെള്ളം പോലും ഇല്ല എന്ന അനുഭവം തോന്നുന്നു, തോന്നിക്കോട്ടെ. അതുപോലെ ഈ സത്യം പൂർണ്ണമായി ദർശിച്ച ഒരാൾക്ക് ഇവിടെ ജഗത്തിന്റെ ജഡത്തിന്റെ കണിക പോലും ഇല്ല, ഉണ്ടാകാൻ ഒക്കുകയില്ല. അതുകൊണ്ട് മരുഭൂമിയിൽ വെള്ളമുണ്ടാകാൻ ഒക്കുകയില്ല. അതുപോലെ ഈ അഖണ്ഡ ബോധത്തിൽ ഇത്തരം ദൃശ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യമല്ല. അനുഭവിച്ചയാളിന് സംശയമേ ഇല്ല. എങ്കിലും ഉണ്ടെന്ന് തോന്നിക്കോട്ടെ, ഇല്ല എന്ന അനുഭവം. കാരണം വ്യക്തമായി വസ്തു ദർശിച്ച ഒരാൾക്ക് ഭ്രമം ഇല്ല എന്ന അനുഭവം. ഭ്രമം തോന്നുമ്പോൾ പോലും കയറിൽ സർപ്പമില്ല എന്ന് ബോധ്യമായി, എങ്കിലും ദൂരെ വന്നു നിന്ന് മങ്ങിയ വെളിച്ചത്തിൽ നോക്കിയാൽ വീണ്ടും അവിടെ സർപ്പമുണ്ടോ എന്ന് തോന്നാം. പക്ഷേ കയറ് കണ്ടു കഴിഞ്ഞ ആളിന് സർപ്പമുണ്ടോ എന്ന് തോന്നിയാൽ പോലും ഒരു സംശയവുമില്ല, ഇല്ലെന്ന അനുഭവം. അപ്പോ ഒന്ന് നല്ലവണ്ണം പറ്റുമെങ്കിൽ ധരിച്ചോളുക, ശാസ്ത്രീയമായ ഈശ്വര തത്വം ഈ ബ്രഹ്മമാണ്. മറ്റെല്ലാ ഈശ്വര സങ്കല്പങ്ങളും, എല്ലാ മതത്തിലുള്ള ഈശ്വര സങ്കല്പങ്ങളും, ഹിന്ദു മതത്തിലുള്ള ഈശ്വര സങ്കല്പങ്ങൾ പോലും, അത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുൾപ്പെടെ എല്ലാം മനസ്സിന്റെ സങ്കല്പമാണ്. മനസ്സിന് സങ്കല്പം ഉറപ്പുണ്ടെങ്കിൽ ആ രൂപമൊക്കെ പ്രത്യക്ഷപ്പെട്ടെന്ന് വരും. അതൊക്കെ ഈ ബോധത്തിലെ പ്രവർത്തന നിയമമാണ്. നിങ്ങളുടെ മനസ്സിന് എന്താണോ ഏകാഗ്രപ്പെട്ട് സങ്കല്പം വരുന്നത് അത് പ്രത്യക്ഷമായി അനുഭവിക്കാറാവും. സങ്കല്പം പോകുമ്പോൾ അതും പോകും. പക്ഷെ ഈ ബ്രഹ്മം സങ്കല്പം കൊണ്ട് അനുഭവിക്കുന്നതല്ല,
സങ്കല്പമെല്ലാം മാറുമ്പോൾ അവയ്ക്കൊക്കെ ആശ്രയമായി എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ് ബ്രഹ്മം. അപ്പോ ശാസ്ത്രീയമായ ഈശ്വരതത്വം ബ്രഹ്മമാണ്. മറ്റെല്ലാ മതങ്ങളിലും ഹിന്ദുമതത്തിലും ഉള്ള ഈശ്വര സങ്കല്പങ്ങൾ വെറും മനസ്സിന്റെ സൃഷ്ടികൾ. എന്ത് സങ്കല്പമായാലും. ഇനി ആത്മസാക്ഷാത്കാരം നമ്മൾ പറയാറുണ്ടല്ലോ, ഈശ്വര സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം എന്നൊക്കെ പറയാറുള്ളത് ഈ അഖണ്ഡ ബോധത്തിന്റെ സാക്ഷാത്കാരമാണ്. ബോധം അല്പമൊക്കെ നമ്മളിപ്പോ തന്നെ അനുഭവിക്കുന്നുണ്ട്. ബ്രഹ്മത്തെ ഞാനുണ്ട് എന്ന് നമ്മളൊക്കെ ഉള്ളിൽ, സകല ജീവികളും ഉള്ളിൽ അനുഭവിക്കുന്ന ബോധം ബ്രഹ്മം തന്നെയാണ്. പക്ഷെ പിന്നെ എന്താ ഇനി സാക്ഷാത്കരിക്കാനുള്ളത്? അത് ഇപ്പോഴ് ഈ ചിത്തവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഓരോരുത്തരിലും പ്രത്യേകം പ്രത്യേകം ബോധമാണ്. അല്ലെങ്കിൽ അത് ദുഃഖപ്രദമാണ്, അത് ചലിക്കുന്നതാണ്, അതാണ് ഇതാണ് എന്നൊട്ടേറെ സംശയങ്ങൾ. അപ്പോൾ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഈ നമ്മൾ അനുഭവിക്കുന്ന ഞാൻ തന്നെ അതിന്റെ മൂടുപടം മാറുമ്പോൾ, രാഗദ്വേഷങ്ങളും ഭേദചിന്തകളും മാറി വരുമ്പോൾ, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾക്കാശ്രയമായി സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധം ഞാനാണ്. തൽക്കാലം ഞാനെന്ന് അനുഭവിക്കുന്ന ബോധം. പക്ഷെ അതിന്റെ മൂടുപടം മാറുമ്പോൾ ഈ സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന ആനന്ദസ്വരൂപമായ ബോധമാണ് ഞാൻ എന്ന് സാക്ഷാത്കരിക്കലാണ് ആത്മസാക്ഷാത്കാരം. തൽക്കാലം ആത്മാവ് നമുക്ക് കുറച്ചൊക്കെ അനുഭവപ്പെടുന്നുണ്ട്, അല്ലാതെ ബ്രഹ്മം തീരെ മറയ്ക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അതിന്റെ പൂർണ്ണരൂപം, അതിന്റെ നിശ്ചല രൂപം, അതിന്റെ ശുദ്ധ ആനന്ദരൂപം, അതിന്റെ സർവവ്യാപ്തമായ രൂപം സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്നതാണ് ശാസ്ത്രീയമായ ആത്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത്. ഇത് വ്യക്തമായി കിട്ടിയാൽ നമുക്ക് ഒരു സംശയവുമില്ല. പിന്നെ ഒരു മതത്തെക്കുറിച്ചും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എന്നുവെച്ചാൽ അതൊക്കെ സാങ്കല്പിക മതങ്ങൾ, അതൊന്നും ശാസ്ത്രീയമായ സത്യമല്ല. ഗീത തന്നെയും ഇതൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. പുരുഷോത്തമ യോഗത്തിൽ, അത് 15-ാം അധ്യായത്തിൽ പുരുഷോത്തമന്റെ രൂപം ചിത്രീകരിച്ചിട്ട്, പുരുഷോത്തമന്റെ രൂപം എന്ന് വെച്ചാൽ യോ ലോകത്രയമാവിശ്യ ബിഭർത്യവ്യയ ഈശ്വര ഉത്തമപുരുഷസ്ത്വന്യ. ലോകത്തനുഭവപ്പെടുന്ന അല്പം ബോധങ്ങളൊക്കെ ഉണ്ട്, അതിൽ നിന്നും ഭിന്നനായി ഉത്തമപുരുഷസ്ത്വന്യ, ഉത്തമപുരുഷൻ വേറെയാണ്. പരമാത്മേത്യുദാഹൃത, പരമാത്മാവെന്നാണ് ആ പുരുഷനെ ആളുകൾ പറയുന്നത്. യോ ലോകത്രയമാവിശ്യ, ആ പുരുഷൻ ഈ ത്രിലോകത്തിലും ആവിശ്യ എന്ന് പറഞ്ഞാൽ അകവും പുറവും നിറഞ്ഞ എന്ന് പറയുമ്പോൾ ആ പുരുഷനല്ലാതെ മറ്റൊന്നുമില്ല എന്നർത്ഥം. അങ്ങനെ അകവും പുറവും നിറഞ്ഞ് യോ ലോകത്രയമാവിശ്യ ബിഭർത്യവ്യയ ഈശ്വര, ഈ ജഡപ്രപഞ്ചത്തെ ഉണ്ടെന്ന് തോന്നിച്ചുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും ഒരു കേടും വരാത്ത അവ്യയ, ആ ബോധമാണ് പരമാത്മാവ്. ഇത് ഗുഹ്യതമം ശാസ്ത്രം. അവിടെ തന്നെ പറയുന്നു, ഇത് മതമല്ല അർജുന, ഇത് കവിഞ്ഞൊരു ശാസ്ത്രമില്ല, ഇത് ഗുഹ്യതമം ശാസ്ത്രം, ഇതമുക്തം മയാനഖ. ആ ശാസ്ത്രമാണ് നിനക്ക് വിവരിച്ചു തന്നിരിക്കുന്നത്. ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഇത് മനസ്സിലാക്കിയാൽ നീ ബുദ്ധിമാനാവും. ബുദ്ധി തന്നിരിക്കുന്നത് ശാസ്ത്രീയമായ സത്യം അറിയാനാണ്. ഈ സത്യം നിനക്ക് പിടികിട്ടിയാൽ നീ ബുദ്ധിമാനാവും. കൃതകൃത്യശ്ച ഭാരത, കൃതകൃത്യനുമാവും. എന്നുവെച്ചാൽ ഇതിൽ കവിഞ്ഞിനി ഒന്നും കിട്ടാനില്ല, ചെയ്യേണ്ടത് ചെയ്തു,
എത്തേണ്ടിടത്ത് എത്തി എന്ന പൂർണ്ണമായ ജന്മസാഫല്യം നിനക്കതോടുകൂടി വന്നു ചേരും എന്നാണ് 15-ാം അധ്യായത്തിന്റെ അവസാനം കൃഷ്ണൻ പറയുന്നത്. അപ്പോ ഞാൻ ഇത്രയും പറഞ്ഞത് ഗുരുദേവന്റെ ആത്മോപദേശതകത്തിലെ 31-ാം പദ്യം നമുക്ക് വേണ്ടവണ്ണം മനസ്സിലാകണമെങ്കിൽ ഈ കാര്യങ്ങൾ നല്ലവണ്ണം ധരിച്ചിരിക്കണം. അനന്തകോടി ദൃശ്യങ്ങൾ, അതിനാശ്രയമായ അഖണ്ഡബോധം. ദൃശ്യങ്ങൾക്കാശ്രയമെന്ന് പറഞ്ഞാൽ ദൃശ്യങ്ങൾ യഥാർത്ഥത്തിലുള്ളതായതുകൊണ്ടല്ല. കാനൽ ജലത്തിനാശ്രയം മരുഭൂമി എന്ന് പറയും പോലെ ഇവിടെയാണ് ഈ ശാസ്ത്ര സത്യം നമുക്ക് ഊഹിച്ചറിയാൻ പറ്റുമോ? വേദാന്തശാസ്ത്രം പറയുന്നത് ഈ ശാസ്ത്ര സത്യം ശ്രുതി, യുക്തി, അനുഭവം എന്നീ 3 പ്രമാണങ്ങളെ ആശ്രയിച്ച് അനാദികാലം മുതൽ ഉറപ്പിക്കപ്പെട്ടു പോരുന്ന സത്യമാണ്. ശ്രുതി, യുക്തി, അനുഭവം. ശ്രുതിയെ ആശ്രയിച്ച് ഇത് ശ്രുതി ഉപനിഷത്ത്. ഉപനിഷത്ത് പറയുന്നു, സർവത്ര നിറഞ്ഞ് അഖണ്ഡമായി ഒരു ഭേദവുമില്ലാതെ സദൈവ സൗമ്യ വ്യഗ്രയാസീൻ ഏകമേവ അദ്വിതീയം, ഒന്നേ ഒന്ന്, രണ്ടില്ല. അങ്ങനെയുള്ള അഖണ്ഡ ബോധസത്യം ഉണ്ട് എന്നനുഭവിക്കുന്ന ബോധസത്യം അത് മാത്രമേ ആരംഭത്തിലുണ്ടായിരുന്നുള്ളൂ. ഛാന്ദോഗ്യോപനിഷത്ത് പറയുന്നു, എവിടെ മറ്റൊന്ന് കേൾക്കാനില്ലയോ, മറ്റൊന്ന് കാണാനില്ലയോ, മറ്റൊന്ന് അറിയാനില്ലയോ, ആ പൂർണ്ണ ബോധമാണ് സത്യം. ഇത് ഉപനിഷത്ത് ഇത് പറയുന്നു. ഇവിടെയാണ് ചോദ്യം, എന്തിന് ഈ ഉപനിഷത്തിനെ ആശ്രയിക്കണം? നമുക്ക് ഈ ജഗത്തിന് ഇങ്ങനെ ഒരു സത്യമുണ്ടെന്ന് ഊഹിച്ചറിഞ്ഞുകൂടെ? ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് സത്യദർശികളുടെ വാക്കായ ഉപനിഷത്തിനെ ആശ്രയിക്കണം. അഥവാ സത്യം കണ്ട ഗുരുക്കന്മാരുടെ വാക്കുകൾ ആശ്രയിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം, ഇത് യുക്തി കൊണ്ട് ഊഹിച്ച് അനുമിച്ച് ഒരിക്കലും കണ്ടെത്താൻ സാധ്യമല്ല. പ്രപഞ്ചത്തിന്റെ പരമകാരണം ബോധമാണ് എന്ന് നമുക്ക് യുക്തി കൊണ്ട് ഊഹിക്കാം. എന്താ, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബോധമുണ്ടോ ജഗത്തുണ്ട്, ബോധമില്ലേ ജഗത്തില്ല.